കേരള സർക്കാർ എപ്പോഴും അവരുടെ ഭരണനേട്ടമായി പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമായിരുന്നു പൊതുവിദ്യാലയങ്ങളും അതിലൊരുക്കിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളുടെയും കണക്കുകൾ. അത്തരത്തിലുള്ള വാദങ്ങളെല്ലാം തന്നെയും പൊള്ളയാണെന്നും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടും കേരളത്തിലെ പൊതുവിദ്യാലയ സമ്പ്രദായം ഒരു പരാജയമാണ് എന്നുള്ളതിൻ്റെയും ചൂണ്ടുപലകയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെച്ച ഒരു അവലോകന റിപ്പോർട്ട് കാണിക്കുന്നത്. നിയമസഭയിൽ വെച്ച ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ കേരള സിലബസ് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കാര്യമായ ഇടിവ് ഓരോ വർഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇടതുപക്ഷ സർക്കാർ അവരുടെ പ്രധാന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളിൽ ഒന്നായി വെച്ചിരുന്നത് ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്നുള്ളതായിരുന്നു. പിന്നീട് അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളിൽ നിന്ന് ഈ പറയുന്ന ഇടതുപക്ഷവും അത് നയിക്കുന്ന സർക്കാരും പിന്നോട്ട് പോയെങ്കിലും ഇടയ്ക്കും തലയ്ക്കുമൊക്കെയും ഈ പൊതുവിദ്യാലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതുമൊക്കെ വലിയ ആഘോഷമായി തന്നെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ കെട്ടിടം പണിയുമ്പോഴാണെങ്കിലും ഒരു സ്കൂൾ ബസ് അനുവദിക്കുമ്പോഴാണെങ്കിലും അതല്ലെങ്കിൽ പാഠപുസ്തകം നേരത്തിന് കൊടുത്തു തീർക്കുകയാണെങ്കിലും അതെല്ലാം തന്നെയും ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭരണനേട്ടമായിരുന്നു. അതവർ ആഘോഷിക്കുകയുമുണ്ടായി. ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും അവകാശവാദങ്ങളും ഒക്കെ പൊള്ളയാണെന്നും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾക്കൊന്നും തന്നെ യാതൊരു അടിസ്ഥാനമില്ല എന്നും ഫലത്തിൽ ഇതൊന്നും തന്നെ യാതൊരു ഗുണവും ഈ പറയുന്ന ജനതയ്ക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെയും ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ പറയുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. നിയമസഭയ്ക്ക് മുന്നിൽ വെച്ചിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ അധ്യയന വർഷം മാത്രം മുൻ വർഷത്തേക്കാൾ 85,748 കുട്ടികളുടെ കുറവുണ്ടായി എന്നാണ് പറയുന്നത്. 3 വർഷത്തെ മൊത്തം കണക്കാണ് എടുക്കുന്നത് എങ്കിൽ കേരള സിലബസ് പഠിക്കുന്ന സ്കൂളുകളിൽ നിന്നും ഇല്ലാതായ കുട്ടികളുടെ എണ്ണം 1,21,000 മുകളിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻ അധ്യയന വർഷത്തേക്കാൾ 85,000 കുട്ടികളാണ് കേരള സിലബസ് ഉപേക്ഷിച്ചു പോയതായിട്ടോ അല്ലെങ്കിൽ കേരള സിലബസിനോട് വിമുഖത കാണിക്കുന്നതായിട്ടോ കണ്ടെത്തിയിട്ടുള്ളത്. അത് തന്നെ സർക്കാർ സ്കൂളിന്റെ മാത്രം കണക്കല്ല, സർക്കാരിന്റെ ഗ്രാന്റ് വാങ്ങി പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ കേരള സിലബസ് പഠിപ്പിക്കുന്ന മറ്റ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ പരിശോധിക്കപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം, കേരള സർക്കാരിന്റെ പ്രധാന വാദങ്ങളിലൊന്നാണ് പൊതുവിദ്യാലയങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായി എന്നുള്ളത്. അതേസമയം തന്നെയാണ് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ സർക്കാർ ഗ്രാന്റിന് മുകളിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഇതേ കണക്കിന് തന്നെ കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്നുണ്ട്. ഇതിൽ രണ്ടാമത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾക്കോ അതല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്ന രക്ഷിതാക്കൾക്കോ കേരള സിലബസിനോട് ഇത്രയധികം വിമുഖത എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെതിരെയൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പല വഴിക്കു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈയിടയ്ക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ അദ്ദേഹത്തിന്റെ വകുപ്പിനെതിരെ ഒരു ആരോപണമായിട്ട് വന്നു. അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവനും സ്വന്തം പേരെഴുതാൻ അറിയാത്തവനും ഒക്കെ തന്നെയും A+ കിട്ടുന്ന കാലമാണ് എന്ന് പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെയായിരുന്നു. അതായത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് അത്രയധികം ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനൊക്കെ പുറമെ തന്നെയാണ് കേന്ദ്ര സർവകലാശാലകളിലേക്ക് കോമൺ എൻട്രൻസ് എക്സാം, അതുപോലെ തന്നെ നീറ്റ് പോലെയുള്ള അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനുകളെല്ലാം തന്നെയും കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്നത് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഒറ്റ എൻട്രൻസ് എക്സാമിന് കീഴിലേക്ക് ആയതോടുകൂടെ ഈ പറയുന്ന +2 അല്ലെങ്കിൽ SSLCക്കോ കിട്ടുന്ന മാർക്കിനുള്ള വെയിറ്റേജ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിലെ കുട്ടികൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് പ്രോമിനന്റ് ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലെയും ഡൽഹി യൂണിവേഴ്സിറ്റികൾ പോലെയുമുള്ള പ്രമുഖമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ നേടുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു എന്നുള്ളതാണ് സത്യം. കേന്ദ്ര സർവകലാശാലകളിലേക്കും മറ്റും ഒരു കോമൺ എൻട്രൻസ് വരുന്നതിന് മുന്നേ മലയാളികളായിട്ടുള്ള കുട്ടികൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഒരു ട്രെൻഡ് ആയിരുന്നു കഴിഞ്ഞ 3-4 വർഷമായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കോമൺ എൻട്രൻസ് വന്നതോടുകൂടെ ഈ ഒരു അഡ്മിഷൻ ട്രെൻഡ് കുറയുന്ന സാഹചര്യം ഉണ്ടായി. ആയിരക്കണക്കിന് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നതിൽ നിന്നും വിരലിലെണ്ണാവുന്ന കുട്ടികൾക്ക് മാത്രം കേരളത്തിൽ നിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ഈ പറയുന്ന എൻട്രൻസ് വഴി അഡ്മിഷൻ കിട്ടുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. അതൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്രയും മോശമായിട്ടുള്ള മൂല്യനിർണ്ണയം നടത്തുന്ന, അതല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ നിലവാരം ഇടിക്കുന്ന തരത്തിലുള്ള ഒരു മൂല്യനിർണ്ണയം നടത്തുന്ന ഈ പറയുന്ന കേരള സിലബസ് ഉപേക്ഷിക്കാൻ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ രക്ഷിതാക്കളെ നിർബന്ധിതമാക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. എന്തും എഴുതി വെക്കുന്നവർക്ക് മുഴുവൻ A+ കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലൂടെയാണ്, അതല്ലെങ്കിൽ ഒരു സവിശേഷ സാഹചര്യത്തിലൂടെയാണ് ഈ പറയുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ പരീക്ഷകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ 10ാം ക്ലാസ് എന്ന കടമ്പ കടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ബാലികാറാമലയായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എഴുതുന്ന ഏതൊരു കുട്ടിക്കും മുഴുവൻ A+ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഫുൾ A+ കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തികളെയൊക്കെ ഇപ്പോൾ പരിഹസിക്കുന്നത് അബ്ദുറബിന്റെ കാലത്താണോ SLC പാസ്സായത് എന്നാണ്. ഒരുപക്ഷെ 1-2 വർഷത്തിന് ശേഷം ഇതുപോലെ ഒരു സാഹചര്യം വരാം. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്താണോ നിങ്ങളൊക്കെ SLC പഠിച്ചത് എന്നുള്ളത് ഒരുപക്ഷെ മണ്ടത്തരം പറയുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത്തരത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്വന്തം വിദ്യാർത്ഥികളെ ഇത്തരത്തിലൊരു അപമാന ഭാരത്തിലേക്ക് തള്ളിയിടണ്ട എന്നുള്ള രക്ഷിതാക്കളുടെ തീരുമാനത്തിന്റെ പുറത്തും കൂടിയായിരിക്കാം ഇത്തരത്തിലുള്ള കൂട്ടമായിട്ടുള്ള കേരള സിലബസിനോടുള്ള വിമുഖത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തു തന്നെ ആയാലും പഠിക്കാൻ താല്പര്യമുള്ള, അതല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യാൻ പറ്റുന്ന CBSE അല്ലെങ്കിൽ ICSE പോലെയുള്ള സിലബസുകളിൽ ഉയർന്ന ഫീസ് നൽകി പഠിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർട്ടിഫിക്കറ്റിന്റെ മൂല്യം കുറയ്ക്കുന്ന പരിപാടികളാണ് എന്തായാലും സർക്കാർ ഈ ഒരു 99% വിജയം അല്ലെങ്കിൽ 98% വിജയം എന്ന് അഭിമാനത്തോടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജുകളിൽ എഴുതിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.